ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഐശ്വര്യ ആനന്ദവർമ്മയോട് പറയുന്നുണ്ട്, എന്റെ അമ്മ തളർന്നു നിൽക്കുകയാണ്, എല്ലാം ആ ശ്യാമ കാരണമാണെന്നൊക്കെ പറയുന്നു. ഇനി ശ്യാമയുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട എന്നൊക്കെ ഐശ്വര്യ പറയുന്നു. അതിനുശേഷം അമ്മയാണെങ്കിൽ ഒരുപാട് തളർന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് റൂമിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു. രണ്ടുപേരും പോയതിനു ശേഷം ആനന്ദവർമ്മ വിചാരിക്കുന്നുണ്ട്, അഖിലിന്റെയും ശ്യാമയുടെയും കയ്യിൽ 2 കോടി രൂപയൊന്നും ഇല്ലല്ലോ, പിന്നെ ആരായിരിക്കും അത്രയും രൂപ ഗ്യാരണ്ടിയൊക്കെ കൊടുത്തേക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നു. പിന്നീട് അഖിലും ശ്യാമയും അമൃതേട്ടത്തിയെ കാണുന്നു. അഖിൽ പറയുന്നുണ്ട്, അമൃതേട്ടത്തിയെ പോലെ നല്ല മനസ്സുള്ള ഒരു മരുമകൾ എല്ലായിടത്തും കാണത്തില്ല എന്നൊക്കെ. അമൃത അപ്പോൾ പറയുന്നുണ്ട്, ഇതൊക്കെ എന്റെ കടമയല്ലേ എന്നൊക്കെ. അഖിൽ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും പൈസ എവിടുന്നാണ്, 2 കോടി എവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കുന്നു. അമൃത അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കുടുംബസ്വത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിന്റെ ആണെന്നൊക്കെ പറയുന്നു. ആദിത്യേട്ടനാണ് എന്നോട് ഈ കാര്യമൊക്കെ പറഞ്ഞത്, നിങ്ങളെ കൊണ്ട് കൊട്ടേഷൻ കൊടുപ്പിക്കാൻ പറഞ്ഞതും. അതുമാത്രമല്ല, നിങ്ങളാണെങ്കിൽ മായയാണെങ്കിൽ ഈ കൊട്ടേഷൻ കൊടുക്കുന്നതിൽ ഒരു പൈസ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞല്ലോ. അതുകൂടെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഐശ്വര്യയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. അവൾ എത്രയൊക്കെയാണെങ്കിലും അമ്മയെ കൊണ്ട് കുറവ് പൈസയെ വെപ്പിക്കത്തുള്ളായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതെന്ന് പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, അമ്മയും അച്ഛനും ഇപ്പൊ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരിക്കും, ഇവിടുത്തെ കമ്പനിയിലേക്ക് തന്നെയാണ് സാധനങ്ങൾ ലേലം വിളിച്ചതെന്ന് അവർക്കറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു. ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാനെന്ന്. അഖിലപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ പറയണ്ട, അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ, കമ്പനിയിലാണെങ്കിൽ മിഷൻ എല്ലാം വരുമ്പോൾ മാത്രം അവർ അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു. ശ്യാമ പെട്ടെന്ന് വയറുവേദനിക്കുന്നു എന്ന് പറയുന്നു. അഖിലും അമൃതേട്ടത്തിയും അപ്പോൾ പറയുന്നുണ്ട്, ഹോസ്പിറ്റൽ പോകാമെന്നൊക്കെ. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, തൽക്കാലം വേണ്ടെന്നൊക്കെ. അരുൺ ശ്രീകുട്ടിയും കൂട്ടിയിട്ട് അശ്വതിയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ മുന്നിലാണെങ്കിൽ ആദിത്യൻ വരുന്നു. ആദിത്യനോട് അരുൺ പറയുന്നുണ്ട്, ഹോസ്പിറ്റൽ അല്ല, ഗസ്റ്റ് ഹൗസിൽ അല്ല, സോറി, ഹോസ്പിറ്റൽ തന്നെ പോവുകയാണെന്നൊക്കെ പറയുന്നു. ശ്രീകുട്ടിക്ക് ചെറിയൊരു പനിയുണ്ട്, അതുകൊണ്ടാണ് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആദിത്യൻ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, നീ ആണെങ്കിൽ കൂടുതൽ ഉരുണ്ടൊന്നും കളിക്കണ്ട എന്നൊക്കെ പറയുന്നു. അരുൺ അപ്പോൾ ഫോൺ കോൾ വരുന്നുണ്ട്. അത് കണ്ടിട്ടാണെങ്കിൽ ആദിത്യൻ പറയുന്നുണ്ട്, വരാൻ ലേറ്റ് ആയതുകൊണ്ട് വിളിക്കുന്നതായിരിക്കുമെന്നൊക്കെ. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, ആര് തടഞ്ഞാലും ഞാൻ പോകും, എന്നെ ആരും ഉപദേശിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകുട്ടിയും കൂട്ടിയിട്ട് അരുൺ പോകുന്നു. ആ സമയത്ത് ഐശ്വര്യയും അവിടേക്ക് വരുന്നുണ്ട്. ശ്രീകുട്ടിയും കൂട്ടിയിട്ട് അരുൺ വെളിയിലേക്ക് പോകുന്നത് കണ്ടിട്ട് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഏതവളുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ. അതിനുശേഷം ഐശ്വര്യം കാർ എടുത്ത് ഫോളോ ചെയ്തു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ്. അശ്വതി ശ്രീകുട്ടിയും അരുണിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് സെക്യൂരിറ്റി അശ്വതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അശ്വതിയോട് ചോദിക്കുന്നുണ്ട്, തനിച്ചേ ഉള്ളൂ എന്നൊക്കെ. കഴിഞ്ഞ ദിവസം പോലീസ് നിന്റെ ഫോട്ടോ കാണിച്ചിട്ട് എന്നോട് ചോദിച്ചായിരുന്നു, നിന്നെ അറിയുമോ എന്നൊക്കെ. നീ ശരിക്കും ഒരു തരികിടയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ അപ്പോൾ നിന്നെ അറിയില്ല എന്ന് പറഞ്ഞ് രക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് എന്ത് സഹായമാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു. നീ എന്നോട് സഹകരിച്ചാൽ നമുക്ക് പ്രശ്നമില്ലാതെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അശ്വതിയുടെ അടുത്തേക്ക് അയാൾ ചെല്ലുകയാണ്. അശ്വതിക്കപ്പോൾ ദേഷ്യം വരുന്നുണ്ട്, അയാളെ അടിക്കുന്നുണ്ട്. സെക്യൂരിറ്റി അപ്പോൾ സ്വയം പറയുന്നുണ്ട്, ഇവൾ വലിയ പതിവ്രതയൊന്നും ചമയേണ്ട ആവശ്യമില്ല, ഇവളെ ഇപ്പൊ തന്നെ പോലീസിൽ ഏൽപ്പിക്കണമെന്നൊക്കെ ഓർക്കുന്നു. അതിനുശേഷം ജ്യേഷ്ഠ നമ്പറിലേക്ക് വിളിക്കുന്നു. നമ്പറിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അന്ന് സാർ ഒരു പെൺകുട്ടിയെ കുറിച്ച് ചോദിച്ചില്ലേ, ആ പെൺകുട്ടി ഇവിടെ തന്നെയുണ്ട്, ഇപ്പൊ വന്നാൽ പിടിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു. ജയേഷ് അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ വരാമെന്ന്. അരുണിനെ ഫോളോ ചെയ്തു വരുന്ന ഐശ്വര്യക്ക് ഇടയ്ക്ക് വെച്ച് അരുണിനെ മിസ്സാകുന്നു. ഏതു വഴിയാ പോയതെന്ന് ഐശ്വര്യക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും സ്വയം ഐശ്വര്യ പറയുന്നുണ്ട്, അരുണിനെ ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ്. വീടിന് വെളിയിൽ സൗണ്ട് കേൾക്കുന്നത് കേട്ടിട്ട് അശ്വതി ജനലിൽ കൂടെ നോക്കുന്നു. അരുണാന്ന് കരുതിയാണ് നോക്കുന്നത്. പക്ഷെ അവിടെ കാണുന്നത് ജയേഷിനെയും പോലീസുകാരെയുമാണ്. അശ്വതിക്ക് അപ്പോൾ മനസ്സിലാകുന്നുണ്ട്, സെക്യൂരിറ്റി ചതിച്ചതാണെന്ന്. ഓടി രക്ഷപ്പെടാൻ വേണ്ടി വെളിയിലേക്കൊക്കെ പോകാൻ നോക്കുന്നുണ്ട്. അശ്വതി വീടിന്റെ പുറകിൽ കൂടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി കാണുന്നുണ്ട്. സെക്യൂരിറ്റി അശ്വതിയെ പിടിച്ചു നിർത്തുന്നു. അതിനുശേഷം ജയേഷിനെ വിളിക്കുന്നുണ്ട്, ഇവള് രക്ഷപ്പെടാൻ പോവുകയാണ് സാറേ, ഓടി വായോ എന്നൊക്കെ പറയുന്നു. അശ്വതിയെ പോലീസുകാർ വന്ന് പിടികൂടുന്നുണ്ട്. ജയേഷ് അപ്പോൾ അശ്വതിയോട് പറയുന്നുണ്ട്, നീ എപ്പോഴും ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് കരുതിയോ എന്നൊക്കെ ചോദിക്കുന്നു. എപ്പോഴായാലും നീ എന്റെ കയ്യിൽ തന്നെ വരുമെന്ന് അറിയാമായിരുന്നെന്നൊക്കെ പറയുന്നു. അതിനുശേഷം പോലീസുകാരോട് ജീപ്പിൽ പിടിച്ചു കയറ്റാനെന്ന് പറയുന്നു. അശ്വതിയെ പോലീസുകാർ പിടിച്ചു വലിച്ച് ജീപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്